ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന വീഡിയോ, ഞാൻ കോഴിമുട്ട ഏത് രീതിയിലാണ് വിരിയിക്കാൻ വയ്ക്കുന്നത്. പലവരും പല രീതിയിലാണ് വയ്ക്കുക, പക്ഷെ ഞാൻ വയ്ക്കുന്ന രീതി അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിനു പുറമെ കോഴി വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് ആദ്യപടിയായി നമ്മൾ എന്തു മരുന്ന് കൊടുക്കും എന്നുള്ളതും കൂടി ഞാൻ ഈ വീഡിയോയിൽ തന്നെ ദയവായി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കൂട്ടിൽ നമ്മൾ സാധാരണ ഞാൻ കൂടിൻ്റെ അടിയിൽ ഇതെല്ലാം മുട്ടയുണ്ട്, 2-3 മുട്ടകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഉള്ളിലിട്ടിരിക്കുന്നത് കാണാം നിങ്ങൾക്ക്. പാറമണലാണ്, വെറും മണലാണ് ഞാൻ അടിയിലിട്ടിരിക്കുന്നത്. കണ്ടോ, ഇതെല്ലാം ഉണങ്ങി കിടക്കുകയാണ്. ഇപ്പോൾ വിരിക്കാൻ വെച്ചിരിക്കുന്ന മുട്ടയിൽ ഞാൻ നനവുള്ള മണ്ണാണ് വെച്ചിരിക്കുന്നത്. നോക്കിക്കോളൂ, നമുക്ക് കാണിച്ചു തരാം. ഇതിൽ ലേശം പ്രശ്നക്കാരി പറഞ്ഞാലൊന്നും അനുസരിക്കുകയാണ്. നോക്കിക്കോളൂ, ഇറങ്ങി വാ, നോക്കാം. ബലം പിടുത്തം നോക്ക്. കണ്ടോ, ഇതാണ് മണലിൽ. ഈ മണലിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. വെറും 5 മുട്ട മാത്രമേ വെച്ചിട്ടുള്ളൂ. കാരണം ഇവളിത് വിരിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മൾ മെഷീനിൽ വെച്ചിരിക്കുന്ന മുട്ട റെഡിയാവും. ഒരേ ടൈമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നമ്മൾ ഇവളുടെ കൂടെ കയറ്റി വിടേണ്ടതാണ്. കുഞ്ഞുങ്ങളെ നോക്കാൻ ഇവൾ നല്ല മിടുക്കിയാണ്. 25-30 കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടു കിടന്നുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ വച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കൊടുക്കുന്ന മരുന്ന്. മരുന്നിൻ്റെ പേര് ഞാൻ അടിയിലിട്ടിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യാറ്, ഈ ദ്രാവകം അത് നമ്മൾ ബോട്ടിലുള്ള ചെറുത് അതിൽ വന്നിട്ട് പൗഡറാണ്. ആ പൗഡറിലേക്ക് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഇതിലേക്ക് ലാസ്റ്റ് വീണ്ടും റിട്ടേൺ ഇതിലേക്ക് തന്നെ ആക്കും. അതിനുശേഷം ഓരോ കുഞ്ഞുങ്ങളെയും പിടിച്ച് അതിൻ്റെ മൂക്കിൽ അല്ലെങ്കിൽ കണ്ണിൽ ഓരോ തുള്ളി ഒറ്റിച്ച് കൊടുക്കുക. ചില കുഞ്ഞുങ്ങളുടെ മൂക്ക് അടഞ്ഞിരിക്കുകയായിരിക്കും. ആ മൂക്ക് അടഞ്ഞിരിക്കുന്നത് തുറന്നു വരാനും ഈ മരുന്ന് ഉപയോഗപ്പെടും. ഇത് 2 ടൈം 3 ടൈം വരെ ഞാൻ കൊടുക്കും. കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞാൽ കൊടുക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ 15 ദിവസമൊക്കെ ആവും. അപ്പോൾ വീണ്ടും ഒരു 10 ദിവസം കഴിഞ്ഞ് ഒന്നും കൂടി കൊടുക്കും. ഇത് നല്ലോണം ഷെയ്ക്ക് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് ആ ബോട്ടിലേക്ക് ആക്കുകയാണ്. എന്നിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ ഓരോ തുള്ളി മൂക്കിൽ ഒറ്റിച്ച് കൊടുക്കുന്നത്. ഓരോ തുള്ളി ഒറ്റിച്ച് കൊടുത്താൽ മതി. 100 കുഞ്ഞുങ്ങൾക്കുള്ള മരുന്നാണത്. 100 ഡ്രോപ്സ് മരുന്നുണ്ടാവും അതിൽ. ഇതാണ് ആദ്യപടി മരുന്ന്. ഇതൊരു 3 ടൈം നമ്മൾ ചെയ്തതുപോലെ 10 ദിവസം ഗ്യാപ്പിൽ. വീഡിയോ കാണുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഉടൻ തന്നെ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. നോക്കിക്കോളൂ, ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. വേണ്ട, മൂക്കിൻ്റെ ദ്വാരത്തിലേക്ക് ഒരു തുള്ളി ഒറ്റിച്ച് കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ വീണ്ടും കാണാം നമ്മൾ അടുത്തൊരു വീഡിയോയിലൂടെ.